ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 11ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 251. അലങ്കാരത്തിനായി വൂളൻ തുണിയുടെ അരികുകളിൽ ചെയ്യുന്ന എംബ്രോയ്ഡറി ഏത്? അലങ്കാരത്തിനായി വൂളൻ തുണിയുടെ അരികുകളിൽ ചെയ്യുന്ന എംബ്രോയ്ഡറി എന്ന് പറയുന്നത് സ്കാലപ്പിംഗ് ആണ്. ഓപ്ഷൻസ് നോക്കുക, സ്കാലപ്പിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്കാലപ്പിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്കാലപ്പ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള, അതായത് സെമി സർക്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ വേവി തരംഗാകൃതിയിലോ ഉള്ള അരിക് എന്നാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്കാലപ്പിംഗ് എന്നത് ഒരു തുണിയുടെ അരികുകൾ നേരെ മുറിക്കാതെ മനോഹരമായ അർദ്ധവൃത്തങ്ങളോ തരംഗങ്ങളോ പോലുള്ള ആകൃതിയിൽ രൂപപ്പെടുത്തി ആ അരികുകൾ പിന്നീട് എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് ഭംഗിയായി പൂർത്തിയാക്കുന്ന അലങ്കാര രീതിയാണ് നമ്മൾ സ്കാലപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വെറും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, തുണിയുടെ അരികുകൾ നൂലഴിയാതെ സംരക്ഷിക്കാനും, അതായത് പ്രിവെൻറ്റ് ചെയ്യാനും സ്കാലപ്പിംഗ് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വൂളൻ തുണികൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, കൈത്തൂവാലകൾ, ഹാൻഡ് കർച്ചീഫുകൾ, ടേബിൾ ക്ലോത്തുകൾ, കോളറുകൾ, കഫുകൾ തുടങ്ങിയവയുടെ അരികുകളിലും ഈ രീതിയിലുള്ള അലങ്കാരം നമ്മൾ കാണാറുണ്ട്. സാധാരണ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അല്ലെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ സ്കാലപ്പിംഗ് പൂർത്തിയാക്കുന്നത്. അതിനാൽ ഇതൊരു എഡ്ജ് എംബ്രോയ്ഡറി ടെക്നിക്ക് കൂടിയായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ആപ്ലിക്ക്, ഷാഡോ വർക്ക്, ഡാണിങ്. ആപ്ലിക്ക് എന്ന് പറയുന്ന ഒരു തുണിയിൽ നിന്ന് ഒരു ഡിസൈൻ മുറിച്ച് മറ്റൊരു തുണിയുടെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു അലങ്കാര രീതിയാണ്. ഷാഡോ വർക്ക് എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള തുണിയുടെ പിൻവശത്ത് സ്റ്റിച്ച് ചെയ്ത് മുൻവശത്ത് നിഴൽ പോലുള്ള ഡിസൈൻ ലഭിക്കുന്ന എംബ്രോയ്ഡറി ആണ്. ഡാണിങ് എന്ന് പറയുന്നത് കീറിയതോ പഴകിയതോ ആയ തുണി നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിപ്പയർ സ്റ്റിച്ചാണ് ഡാണിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 252. പാറ്റേൺ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ തയ്യലിനായി വിടുന്ന ഭാഗം എന്താണ്? പാറ്റേൺ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ തയ്യലിനായി വിടുന്ന ഭാഗത്തിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻലേ എന്നാണ് പറയുന്നത്. ഇൻലേ ആൻസറായി വരുന്ന വേറൊരു പാറ്റേണിലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാറ്റേൺ ഫാബ്രിക്കിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാറ്റേൺ ലൈനിലൂടെ നേരിട്ട് മുറിക്കില്ല അല്ലേ? സ്റ്റിച്ചിങ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് അധിക തുണി, അതായത് സീം അലവൻസ് നമ്മൾ തുണിയുടെ പുറത്ത് ബാക്കിയാക്കി വെക്കും അല്ലേ? ഇതല്ലാതെ ഇത് തയ്യലിനായി ബാക്കിയാക്കുന്ന അധിക തുണിയെയാണ് നമ്മൾ ഇൻലേ എന്ന് പറയുന്നത്. അതായത് ഇൻലേയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യം സ്റ്റിച്ചിങ് ചെയ്യാൻ ആവശ്യമായ സ്ഥലം നമ്മൾ അവിടെ ലഭിക്കും. രണ്ടാമതായി നമ്മൾ പിന്നീട് വസ്ത്രത്തിൻ്റെ അളവ് കൂട്ടേണ്ട സാഹചര്യം വന്നാൽ അധികമായിട്ട് എക്സ്ട്രാ ആയിട്ട് തുണി ഉപയോഗിക്കാനായിട്ട് വേണ്ടിയിട്ട് വിടുന്ന എക്സ്ട്രാ തുണിയാണ് നമ്മൾ ഇൻലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല ഗാർമെൻറ്റുകൾ നിർമ്മാണ സമയത്ത് ഇൻലേക്ക് വലിയ ഒരു പ്രാധാന്യം തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ഡ്രസ്സ് തുന്നിയ ശേഷം കുറച്ച് ലൂസാക്കണമെന്ന് വന്നാൽ നമുക്ക് ഇൻലേ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റിച്ച് അഴിച്ച് വീണ്ടും തുന്നി വസ്ത്രത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കും. നമ്മൾ സീം അലവൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സീം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ വിടുന്നൊരു ചെറിയൊരു സ്പേസ് ആണ്. പക്ഷേ ഇൻലേ എന്ന് പറയുന്നത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് സീം അലവൻസിനും അപ്പുറമായിട്ട് നമ്മൾ വിടുന്ന, പിന്നീട് നമുക്ക് വസ്ത്രത്തിൽ ഓൾട്രേഷൻ ചെയ്യാനായിട്ട് വിടുന്ന അധിക തുണിയെയാണ് നമ്മൾ ഇൻലേ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഹെമ്മ്, പ്ലീറ്റ്, ടക്ക് നോക്കാം. ഹെം എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ താഴത്തെ അറ്റമോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ അറ്റമോ മടക്കി തുന്നി ഫിനിഷ് ചെയ്യുന്നതാണ് ഹെം എന്ന് പറയുന്നത്. പ്ലീറ്റ് എന്ന് പറയുന്നത് തുണി മടക്കി ഫുൾനെസ്സും ഭംഗിയും നൽകാൻ വേണ്ടിയുള്ള ഫോൾഡുകളാണ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ടക്ക് എന്ന് പറയുന്നത് ചെറിയ ഫോൾഡുകൾ ഉണ്ടാക്കി സ്റ്റിച്ച് ചെയ്യുന്ന അലങ്കാര ഡെക്കറേറ്റീവ് രീതിയാണ് നമ്മൾ ടക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 253. ഒരു പ്രായപൂർത്തിയായ വ്യക്തിയുടെ ഉയരം എത്ര ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്? ഒരു പ്രായപൂർത്തിയായ വ്യക്തിയുടെ ഉയരം എത്ര ഭാഗങ്ങളായി വിഭജിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, 8 ഹെഡ് തിയറി നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 8 ആയിട്ടാണ് നമ്മൾ ഒരു പ്രായപൂർത്തിയായ വ്യക്തിയുടെ ഉയരം 8 ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. ആദ്യം ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തിയറി നമുക്ക് എന്താണെന്ന് നോക്കാം. ഫാഷൻ ഡിസൈനിങ്ങിൽ മനുഷ്യ ശരീരത്തിൻ്റെ അനുപാതം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രശസ്തമായ രീതിയാണ് 8 ഹെഡ് തിയറി എന്ന് പറയുന്നത് അല്ലേ? ഈ തിയറി അനുസരിച്ച് നമുക്കൊരു സാധാരണ പ്രായപൂർത്തിയായ വ്യക്തിയുടെ ഉയരം തലയുടെ നീളം അടിസ്ഥാനമാക്കി 8 തുല്യ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു തലയുടെ ഉയരം ഹെഡ് ലെങ്ത് എന്ന് പറയുന്ന ഒരു യൂണിറ്റായി കണക്കാക്കിയിട്ട് അങ്ങനെ 8 തലയുടെ നീളം ചേർന്നാലാണ് ഒരു സാധാരണ മുതിർന്ന വ്യക്തിയുടെ ആകെ ഉയരം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി 8 ഭാഗങ്ങൾ എങ്ങനെയാണ്? ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തല, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നെഞ്ച് അല്ലെങ്കിൽ നിപ്പിൾ ലൈൻ ആയിട്ട് വരും, മൂന്നാമത്തെ ഭാഗം വേസ്റ്റ് ലൈൻ ആയിട്ട് വരും, നേവൽ വേസ്റ്റ് ലൈൻ ആയിട്ട് വരും, നാലാമത്തെ ഭാഗം ക്രോച്ച് പോയിന്റ് ആയിട്ട് വരും, ക്രോച്ച് ഭാഗമായിട്ട്, അഞ്ചാമത്തെ ഭാഗം മുട്ടിന് മുകളിലെ ഭാഗമായിട്ട് വരും, ആറാമത്തെ ഭാഗം മുട്ടിന് താഴെയായിട്ട് വരും, ഏഴാമത്തെ ഭാഗം കാൽവണ്ണമായ കാഫിൻ്റെ ഭാഗം മിഡ് കാഫ് അല്ലെങ്കിൽ കാഫിൻ്റെ ഭാഗമായിട്ട് വരും, എട്ടാം ഭാഗം പാദമായിട്ട് വരും. ജസ്റ്റ് ഒരു
ജസ്റ്റ് ഒരു ഈസി ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാഫിൻ്റെ മിഡിലിൽ അല്ലെങ്കിൽ നേവൽ പോയിന്റിൽ അങ്ങനെ നമുക്ക് എടുത്തെടുത്ത് പറയാം. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടൊരു 8 ഭാഗം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അനുപാതം ഉപയോഗിച്ചാണ് ഫാഷൻ ഫിഗറുകളും പാറ്റേൺ ഡിസൈനുകളും നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകൾ 6, 7, 10 അത് കറക്റ്റായിട്ടുള്ളതല്ല. വേറൊരു കാര്യമുള്ളത്, ഫാഷൻ ഇലിസ്ട്രേഷനിൽ ചിലപ്പോൾ നമ്മൾ മോഡലുകളെ കൂടുതൽ ഉയരമുള്ളതായിട്ട് കാണിക്കാനായിട്ട് 9 ഹെഡും 10 ഹെഡും ഒക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യ ശരീരത്തിൻ്റെ അനുപാതം ചോദിച്ചാൽ എന്താണ്, 8 ഹെഡ് തിയറിയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 254, കട്ടിയുള്ള തുണികൾ തുന്നുമ്പോൾ ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ ഏതാണ്? കട്ടിയുള്ള തുണികൾ തുന്നുമ്പോൾ ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് 18 ആണ് അല്ലേ. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, തയ്യൽ മെഷീൻ സൂചികൾക്ക് വിവിധ നമ്പറുകൾ ഉണ്ട് അല്ലേ. തുണിയുടെ കനത്തിനനുസരിച്ചിട്ടാണ് സൂചിയുടെ നമ്പർ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സൂചിയുടെ നമ്പർ കൂടുന്നതിനനുസരിച്ച് സൂചിയുടെ കനം കൂടും. അതായത് നമ്പർ ചെറിയതാണെങ്കിൽ സൂചി നേർത്തതായിരിക്കും, നമ്പർ വലുതാണെങ്കിൽ സൂചി കൂടുതൽ കട്ടിയുള്ളതായിരിക്കും. ഇത് മെഷീൻ സൂചിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി നീഡിൽ നമ്പർ 18 ഒരു കട്ടിയുള്ളതും ശക്തമായതുമായുള്ള സൂചിയാണ്. അതുകൊണ്ട് തന്നെ ഡെനിം, ക്യാൻവാസ്, ഡക്ക് ക്ലോത്ത്, അപ്ഹോൾസ്ട്രി ഫാബ്രിക്, വൂളൻ പോലെയുള്ള കട്ടിയുള്ള തുണികൾ, ഹെവി ഫാബ്രിക്കുകൾ തുന്നാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇനി ഇത്തരം തുണികൾ നേരത്തെ സൂചി ഉപയോഗിച്ച് തുന്നാൻ ശ്രമിച്ചാൽ എന്താണ്, സൂചി വളയും അല്ലെങ്കിൽ ഒടിയും, സ്റ്റിച്ച് ശരിയായി രൂപപ്പെടില്ല. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള തുണികൾക്ക് എപ്പോഴും വലിയ നമ്പർ സൂചി തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാൻ, നമ്പർ 12 എന്ന് പറയുന്നത് വളരെ നേർത്ത തുണികൾക്കും സാധാരണ ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കുകൾക്കുമാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. നീഡിൽ നമ്പർ 14 എന്ന് പറയുന്നത് മീഡിയം വെയിറ്റ് തുണികളായ കോട്ടൺ, പോളിസ്റ്റർ തുടങ്ങിയ തുന്നാൻ സാധാരണ അങ്ങനെയുള്ള തുണികൾ തുന്നാനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്പർ 16 പറയുന്നത് ജീൻസ് പോലെയുള്ള അല്പം കട്ടിയുള്ള തുണികൾക്കും ചില ഹെവി ഫാബ്രിക്കുകൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കട്ടിയുള്ള തുണിക്ക് അനുയോജ്യമായത് ഏതാണ്? നമ്പർ 18 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 255, നൂലുകൾ കൂടുതൽ ശക്തമാക്കാൻ ചെയ്യുന്ന രാസ ചികിത്സ എന്താണ്? കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ്? ലോഡിംഗ് ആണ് വരുന്നത്. ലോഡിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സിൽക്ക് നൂലുകൾക്കും സിൽക്ക് തുണികൾക്കും നൽകുന്ന ഒരു പ്രത്യേക രാസ ചികിത്സയാണ്. അതായത് സിൽക്കിൽ നിന്ന് നമ്മൾ സെറിസിൻ എന്ന് പറയുന്ന ഗമ്മി സബ്സ്റ്റൻസ് നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഗമ്മിങ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഡീഗമ്മിങ് പ്രക്രിയയ്ക്ക് ശേഷം നമ്മൾ സിൽക്കിന്റെ ഭാരം ഓട്ടോമാറ്റിക്കലി കുറയും. ആ ഗമ്മ് പോയി കഴിഞ്ഞാൽ ഒരു വെയിറ്റ് കുറച്ചിലുണ്ടാവും അവിടെ. ഈ ഭാരം തിരിച്ചു കിട്ടാനും തുണിക്ക് കൂടുതൽ ഒരു ബോഡിയും ഉറപ്പും ലഭിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ചികിത്സയാണ് നമ്മൾ ഈ ലോഡിംഗ് എന്ന് പറയുന്നത്. ഈ ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സിൽക്ക് തുണിക്ക് കൂടുതൽ ഭാരം ഉറപ്പും നൽകുന്നു. അതുപോലെ തന്നെ ചില പഴയ ടെക്സ്റ്റൈൽ പുസ്തകങ്ങളിൽ ഇത് സ്ട്രെങ്ത് ആൻഡ് വെയിറ്റ് ഇൻക്രീസിങ് ട്രീറ്റ്മെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, പഴയ ബുക്കുകളിൽ അല്ലെങ്കിൽ പഴയ സിലബസുകളിൽ സ്ട്രെങ്ത് ആൻഡ് വെയിറ്റ് ഇൻക്രീസിങ് ട്രീറ്റ്മെന്റ് എന്നും ഈ ലോഡിങ്ങിനെ അറിയപ്പെടുന്നതായിട്ട് ഉണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ബ്ലീച്ചിങ്, ഡൈയിങ്, ഫിനിഷിങ് എന്താണെന്ന് നോക്കാം. ബ്ലീച്ചിങ് എന്ന് പറയുന്നത് തുണിയിലെ സ്വാഭാവിക നിറവും കറയും നീക്കം ചെയ്ത് വെളുപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ശക്തി വർദ്ധിപ്പിക്കലല്ല ചെയ്യുന്നത്, വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള ഡൈയിങ് എന്ന് പറയുന്നത് തുണിക്കോ നൂലിനോ നിറം നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത്. ഈ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ രൂപം, അതുപോലെ തന്നെ ഫീൽ അല്ലെങ്കിൽ സ്പർശ ഗുണം അല്ലെങ്കിൽ ടെക്സ്ചർ, ചുളിവ് പ്രതിരോധം, തിളക്കം തുടങ്ങിയ ഗുണങ്ങളെ മെച്ചപ്പെടുത്താൻ നമ്മൾ അവസാനമായിട്ട് ചെയ്യുന്ന പലതരം ട്രീറ്റ്മെന്റുകളെ പൊതുവായി പറയുന്ന പേരാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിരവധി ഫിനിഷിങ്ങുകൾ ഉൾപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ തിളക്കം കൂട്ടുന്നത്, ചുളിവ് പ്രതിരോധിക്കുന്നത്, അല്ലെങ്കിൽ ഫാബ്രിക്കിന്റെ രൂപം പെർഫെക്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ സ്പർശ ഗുണം കൂട്ടുന്നത്, അങ്ങനെയൊക്കെ ഏത് വേണമെങ്കിലും വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 256, കോളർ ഘടിപ്പിച്ചതിന് ശേഷം മുൻവശത്ത് മടക്കപ്പെടുന്ന കോട്ട് ഭാഗം ഏതാണ്? കോളർ ഘടിപ്പിച്ചതിന് ശേഷം മുൻവശത്ത് മടക്കപ്പെടുന്ന കോട്ട് ഭാഗം എന്ന് പറയുന്നത് ലാപ്പിൾസ് ആണ് അല്ലേ. ലാപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോട്ട്, ബ്ലേസർ, ജാക്കറ്റ് എന്നിവയുടെ മുൻവശത്ത് നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും കോളറിന് താഴെയായിട്ട് പുറത്തേക്ക് മടക്കി കാണുന്ന ഒരു ഭാഗം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ മടക്കപ്പെട്ട ഭാഗത്തെയാണ് നമ്മൾ ലാപ്പൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാപ്പൽ എന്ന് പറയുന്നത്. ലാപ്പൽ ഒരു അലങ്കാര ഭാഗം മാത്രമല്ല, കോട്ടിന്റെ ഭംഗിയും സ്റ്റൈലും നിർണ്ണയിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരു കോട്ടിന്റെ ഡിസൈൻ നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ലേപ്പൽ എന്ന് പറയുന്നത്. ഈ ലേപ്പൽ 3 തരത്തിലാണുള്ളത്. നോച്ച് ലേപ്പൽ പല തരങ്ങളിലുണ്ട്. അതിൽ ഒന്ന് നോച്ച് ലേപ്പൽ, ഒന്ന് പീക്ക് ലേപ്പൽ, ഒന്ന് ഷോൾ ലേപ്പൽ, അങ്ങനെയുണ്ട്. നോച്ച് ലേപ്പൽ എന്ന് പറയുന്നതാണ് ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പീക്ക് ലേപ്പൽ എന്ന് പറയുന്നത് ഫോർമൽ കോട്ടുകളിലും ബ്ലേസറുകളിലും കൂടുതലായി കാണുന്നതാണ്. ഷോൾ ലേപ്പൽ എന്ന് പറയുന്നത് ടക്സീഡോ പോലുള്ള വസ്ത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലേപ്പലാണ്.
ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കഫ്, യോക്ക്, പ്ലാക്കറ്റ്. കഫ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്ലീവിൻ്റെ അറ്റത്തുള്ള ഭാഗമാണ്, കൈയുടെ അവസാന ഭാഗത്താണ് കഫ് വരുന്നത് അല്ലേ. യോക്ക് എന്ന് പറയുന്ന ഷർട്ടിൻ്റെയോ ഡ്രസ്സിൻ്റെ തോളിലും പുറം ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും ഒക്കെ ആയിട്ട് കാണുന്ന പിടിപ്പിക്കുന്ന പ്രത്യേക പീസാണ് അല്ലേ. പ്ലാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിനിഷ്ഡ് ആയിട്ടുള്ള ബട്ടണോ സിപ്പറോ ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 257. രൂപം മാറ്റാതെ ഡിസൈൻ ചെറിയ വലുപ്പത്തിലാക്കുന്നതിന് എന്താണ് പറയുന്നത്? രൂപം മാറ്റാതെ ഒരു ഡിസൈനെ ചെറുതാക്കുന്നതിനെ എന്താണ് പറയുന്നത്? റെഡ്യൂസിങ് എന്നാണ് പറയുന്നത് അല്ലേ. റെഡ്യൂസിങ് എന്ന് പറയുന്ന ഒരു ഡിസൈനിൻ്റെയോ ചിത്രത്തിൻ്റെയോ ആകൃതി, ഷേപ്പ് മാറ്റാതെ അതിൻ്റെ വലിപ്പം, സൈസ് മാത്രം കുറയ്ക്കുന്ന പ്രക്രിയയാണ് നമ്മൾ റെഡ്യൂസിങ് എന്ന് പറയുന്നത്. അതായത് ഡിസൈനിലെ എല്ലാ രേഖകളും അനുപാതങ്ങളും പ്രൊപ്പോർഷൻസും കോണുകളും എല്ലാം അതേപടി നിർത്തി ഡിസൈൻ്റെ വലിപ്പം മാത്രമാണ് മാറുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പൂവിൻ്റെ ഡിസൈൻ A4 സൈസിലുള്ള പേപ്പറിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത് എന്ന് കരുതുക. അതേ ഡിസൈൻ ഒരു ചെറിയ കർച്ചീഫിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡിസൈൻ ഒന്നുമേ മാറ്റാതെ അതിൻ്റെ ഡിസൈൻ്റെ വലുപ്പം മാത്രം കുറയ്ക്കുന്നതാണ് റെഡ്യൂസിങ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള എൻലാർജിങ്, ട്രേസിങ്, സ്കെച്ചിങ്. എൻലാർജിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, റെഡ്യൂസിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? വലുപ്പം കൂട്ടുന്നതിനെയാണ് പറയുന്നത് എൻലാർജിങ്. ട്രേസിങ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ മറ്റൊരു പേപ്പറിലേക്കോ തുണിയിലേക്കോ അതേ വലുപ്പത്തിൽ പകർത്തുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ട്രേസിങ് എന്ന് പറയുന്നത്. സ്കെച്ചിങ് എന്ന് പറയുന്നത് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഡിസൈൻ, ഒരു മനസ്സിലുള്ള ഡിസൈൻ സ്വതന്ത്രമായിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് വരയ്ക്കുന്നതിനാണ് സ്കെച്ചിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 258. കുട്ടികളുടെ ശരീരഘടനയെ എന്തെന്ന് വിളിക്കുന്നു? കുട്ടികളുടെ ശരീരഘടനയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇൻഫന്റ് ബോഡി എന്നാണ് വിളിക്കുന്നത്. കുട്ടികളുടെ ശരീരഘടനയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇൻഫന്റ് ബോഡി അല്ലേ. ഇൻഫന്റ് ബോഡി എന്ന് പറയുമ്പോൾ അതായത് കുട്ടികളുടെ തല ശരീരത്തിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ശരീരത്തിനേക്കാട്ടിലും താരതമ്യേന വലുതായിരിക്കും, കഴുത്ത് ചെറുതായിരിക്കും, നെഞ്ച്, അര, ഹിപ്പൊക്കെ തമ്മിൽ ഷേപ്സ് ഉണ്ടാവില്ല, കറക്റ്റ് വലിയ വ്യത്യാസം ഇല്ലാതെ പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. ശരീരത്തെ വളവുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വസ്ത്രങ്ങളുടെ പാറ്റേൺ തയ്യാറാക്കുമ്പോൾ നമ്മൾ മുതിർന്നവരുടെ അളവുകൾ അല്ലെങ്കിൽ അവരുടെ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കില്ല ചെയ്യേണ്ടത്. ഈ കുട്ടികളുടെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ എന്താ പറയുക വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഫ്രീ ആക്കാനും അവർക്ക് കൂടുതൽ ഈസൊക്കെ നൽകിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. അഡൾട്ട് ബോഡി, സ്റ്റാർട്ട് ഫിഗർ, ലീൻ ഫിഗർ. അഡൾട്ട് ബോഡി എന്ന് പറയുന്നത് എന്താണ്? മുതിർന്നവരുടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വ്യക്തികളുടെ ശരീരഘടനയാണ് പറയുന്നത്. ഇത് സാധാരണ 8 ഹെഡ് തിയറി ബാധകമായിട്ടുള്ള ഒരു ശരീരഘടനയാണ്. ഇനി സ്റ്റാർട്ട് ഫിഗർ എന്ന് പറയുന്നത് ഉയരത്തേക്കാൾ വീതി കൂടുതലുള്ള തടിച്ച ശരീരഘടനയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലീൻ ഫിഗർ എന്ന് പറയുന്നത് മെലിഞ്ഞ ശരീരഘടനയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 259. പുരുഷന്മാരുടെ പാൻസിൽ തുറക്കുന്ന ഭാഗത്തിന്റെ വലതുവശത്ത് തുന്നുന്ന തുണിത്തുണ്ട് എന്താണ്? പുരുഷന്മാരുടെ പാൻസിന്റെ തുറക്കുന്ന ഭാഗത്തിന്റെ വലതുവശത്ത് തുന്നുന്ന തുണിത്തുണ്ടിനെ എന്താണ് പറയുന്നത്? ഫ്ലൈ ക്യാച്ച് എന്നാണ് പറയുന്നത്. പുരുഷന്മാരുടെ പാൻസിന്റെ മുൻവശത്ത് സിപ്പർ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഫ്ലൈ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് സിപ്പർ നേരിട്ട് പുറത്തേക്ക് കാണാതിരിക്കാനും വസ്ത്രം വൃത്തിയും ഭംഗിയും ആയിട്ട് കാണാനും സിപ്പറിന് നല്ലൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടാനും വേണ്ടി നമ്മളൊരു എക്സ്ട്രാ തുണി പീസുകൾ അവിടെ ഘടിപ്പിക്കാറുണ്ട്. അവയിൽ വലതുവശത്ത് തുന്നുന്ന പ്രത്യേക തുണി പീസിനെയാണ് നമ്മൾ ഫ്ലൈ ക്യാച്ച് എന്ന് പറയുന്നത്. ഇത് സിപ്പറിനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ ഫ്ലൈ ഓപ്പണിങ്ങിന് ശക്തി നൽകും. വസ്ത്രം ധരിക്കുമ്പോൾ കൂടുതൽ സൗകര്യം, ഒരു സേഫ്റ്റി, സുരക്ഷയും നൽകുന്ന രീതിയിലാണ് ഉണ്ടാവുക. ട്രൗസർ നിർമ്മാണത്തിൽ ഫ്ലൈ പീസ്, ഫ്ലൈ ഫേസിങ്, ഫ്ലൈ ക്യാച്ച്, അങ്ങനെ വേസ്റ്റ് ബാൻഡ് തുടങ്ങിയ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷൻസ് പ്ലാക്കറ്റ്, ബൈൻഡിങ്, ഫേസിംഗ് ആണ്. പ്ലാക്കറ്റ് എന്ന് പറയുന്നത് ഷർട്ടിലോ സ്കേർട്ടിലോ ട്രൗസറിലോ ബട്ടണോ സിപ്പറോ ഘടിപ്പിക്കുന്ന തുറക്കുന്ന ഭാഗത്തിന്റെ പൊതുവായ പേരാണ്. അതായത് ഫിനിഷ്ഡ് ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. ബൈൻഡിങ് എന്ന് പറയുന്നത് തുണിയുടെ അരികുകൾ ഭംഗിയായി ഫിനിഷ് ചെയ്യാൻ മറ്റൊരു തുണിയോ ടേപ്പോ ഉപയോഗിച്ച് പൊതിയുന്ന രീതിയാണ് ബൈൻഡിങ്. ഫേസിംഗ് എന്ന് പറയുന്നത് കഴുത്ത്, ആംഹോൾ, മുൻഭാഗം തുടങ്ങിയവയ്ക്ക് എന്താണ് ഭംഗിയും ഉറപ്പും നൽകാൻ അതേ ആകൃതിയിലുള്ള തുണി അകത്ത് ഘടിപ്പിക്കുന്ന ഭാഗമാണ്. ഇതൊന്നും ഫ്ലൈ ക്യാച്ച് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 260. എലാസ്റ്റിക് ത്രെഡിന്റെ മറ്റൊരു പേരെന്താണ്? എലാസ്റ്റിക് ത്രെഡിന്റെ മറ്റൊരു പേരെന്താണ്? ബോബിൻ എലാസ്റ്റിക് എന്നാണ് പറയുന്നത്. എലാസ്റ്റിക് ത്രെഡിന്റെ മറ്റൊരു പേരെന്താണ്? ബോബിൻ എലാസ്റ്റിക്. എലാസ്റ്റിക് ത്രെഡ് എന്ന് പറയുന്നത് വലിഞ്ഞ് വീണ്ടും പഴയ നിലയിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ത്രെഡാണ്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഈ എലാസ്റ്റിക് ത്രെഡ് തയ്യൽ മെഷീനിൽ സാധാരണയായി ബോബിനിലാണ് ചുറ്റി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോബിൻ എലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് തുണിയിൽ ചെറിയ ചെറിയ ഷിറിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്
ഹെൽപ്പ് ആവും. അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ്, ഷിറിങ്, കുട്ടികളുടെ ഫ്രോക്കുകൾ, ബ്ലൗസിൻ്റെ പിൻഭാഗം, സ്ലീവ്, വേസ്റ്റ് ലൈൻ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ എലാസ്റ്റിക് ത്രെഡ് നമുക്ക് ഇങ്ങനെ ഷിറിങ് പോലെ വരുത്താനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ഫ്രോക്കിൻ്റെ അരയിലൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ടോപ്പിൻ്റെ പിൻഭാഗത്ത് കാണുന്ന എലാസ്റ്റിക്, ചുരുക്ക് പോലെയുള്ളതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള കോട്ടൺ ത്രെഡ്, സിൽക്ക് ത്രെഡ്, നൈലോൺ ത്രെഡ് നോക്കാം. കോട്ടൺ ത്രെഡ് എന്ന് പറയുന്നത് സാധാരണ തയ്യലിന് ഉപയോഗിക്കുന്ന നൂലാണ്. സിൽക്ക് ത്രെഡ് എന്ന് പറയുന്നത് സിൽക്ക് എംബ്രോയിഡറികളിൽ മികച്ച ഫിനിഷിംഗ് ആവശ്യമായ തയ്യലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ത്രെഡാണ്. നൈലോൺ ത്രെഡ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള നൂലാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 261 ക്വസ്റ്റ്യൻ. PDF വാങ്ങിയിട്ടുള്ളവർ ക്വസ്റ്റ്യൻ്റെ സെൻറ്റൻസിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. അതായത് കഴുത്തിലെ പോയിന്റിൽ നിന്നും നെഞ്ചിലൂടെ ടേപ്പ് ചുറ്റി താഴേക്ക് എടുക്കുന്ന അളവിനെ എന്ത് വിളിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ PDF വാങ്ങിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. കഴുത്തിലെ പോയിന്റിൽ നിന്ന് നെഞ്ചിലൂടെ ടേപ്പ് ചുറ്റി താഴേക്ക് എടുക്കുന്ന അളവിനെ എന്താണ് വിളിക്കുന്നത്? ഡെപ്ത് ഓഫ് സൈ എന്നാണ് വിളിക്കുന്നത്. ഡെപ്ത് ഓഫ് സൈ, അതായത് ഡെപ്ത് ഓഫ് സൈന് നമുക്ക് ആം ഹോൾ ഡെപ്ത് എന്നും പറയാം. അതായത് കഴുത്തിൻ്റെ അടിഭാഗത്തുള്ള ഹൈനെക്ക് പോയിന്റിൽ നിന്ന് നെഞ്ചിൻ്റെ ഭാഗത്ത് കടന്ന് കൈക്കുഴി വരെയുള്ള ആഴം നിർണ്ണയിക്കുന്ന അളവിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് സൈ അല്ലെങ്കിൽ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ബ്ലൗസ്, ഷർട്ട്, ഫ്രോക്ക്, കുർത്ത, ജാക്കറ്റ് തുടങ്ങിയ എല്ലാ അപ്പർ ഗാർമെൻറ്റുകളിലും പാറ്റേൺ ഡ്രാഫ്റ്റിംഗിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവ് തന്നെയാണ് ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്. ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ ഏറ്റവും നിറഞ്ഞ ഭാഗത്ത് ടേപ്പ് ഹൊറിസോണ്ടൽ ആയിട്ട് ചുറ്റിയെടുക്കുന്ന അളവിനെയാണ് നമ്മൾ ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. വേസ്റ്റിൻ്റെ ഭാഗത്തെ ചുറ്റളവിനെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഹിപ്പിൻ്റെ ഭാഗത്തെ ചുറ്റളവിനെയാണ് നമ്മൾ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 262. ഗാർമെന്റിന്റെ കഴുത്ത് ഭാഗം ശക്തിപ്പെടുത്താൻ അതേ ആകൃതിയിലുള്ള തുണി ചേർക്കുന്നത് എന്താണ്? ഗാർമെന്റിന്റെ കഴുത്ത് ഭാഗം ശക്തിപ്പെടുത്താൻ അതേ ആകൃതിയിലുള്ള തുണി ഉപയോഗിച്ച് ഫിനിഷിംഗ് ചെയ്യുന്നത് എന്താണ്? ഫേസിംഗ് ആണ് അല്ലേ. ഫേസിംഗ് എന്നത് ഒരു ഗാർമെന്റിന്റെ കഴുത്ത്, ആം ഹോള്, മുൻവശത്തെ ഓപ്പണിംഗ് തുടങ്ങിയ ഭാഗങ്ങൾക്ക് അതേ ആകൃതിയിൽ തന്നെ തുണി മുറിച്ചെടുത്ത് ഒരു എക്സ്ട്രാ പീസ് അകത്ത് ഘടിപ്പിക്കുന്ന രീതിയാണ് ഫേസിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇത് കഴുത്തിന്റെ ആകൃതി ഭംഗിയായി നിലനിർത്തും, അതുപോലെ അരിക് ശക്തിപ്പെടുത്തും, അതുപോലെ തന്നെ അരികുകൾ അകത്തേക്ക് മറിഞ്ഞ് വളരെ വൃത്തിയായ നീറ്റ് ഫിനിഷിങ് കിട്ടും അല്ലേ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പ്ലീറ്റിങ്, ടക്കിങ്, അതുപോലെ തന്നെ ബൈൻഡിങ്. ബൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, തുണിയുടെ അരികുകൾ ഒരു ബയാസ് സ്ട്രിപ്പോ മറ്റോ വേറെ ക്ലോത്ത് പീസോ വെച്ച് പൊതിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. അരിക് പുറത്തു നിന്നും കാണാനായിട്ട് സാധിക്കുന്ന രീതിയാണിത്. ഫേസിങ് അകത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പ്ലീറ്റിംഗ് എന്ന് പറയുന്നത് തുണി മടക്കി ഫുൾനെസ്സും അലങ്കാരവും നൽകാൻ വേണ്ടി കൊടുക്കുന്ന ഫോൾഡുകളാണ്. ടക്കിംഗ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ മടക്കുകൾ ഉണ്ടാക്കി സ്റ്റിച്ച് ചെയ്യുന്ന ഡെക്കറേറ്റീവ് രീതിയാണ് ടക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 263. വസ്ത്രങ്ങൾക്ക് ആകൃതി നൽകാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻസിലെ വസ്ത്രങ്ങൾക്ക് ആകൃതി നൽകാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഡാർട്സ് ആണ് അല്ലേ. ഡാർട്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഡാർട്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾക്കറിയാം. നെഞ്ച്, ഭാഗങ്ങളിൽ, നെഞ്ച്, വേസ്റ്റ്, ഹിപ്പ്, തോള് തുടങ്ങിയ ഭാഗങ്ങളിൽ സ്വാഭാവിക വളവുകളുണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തുണിയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള തുണിയാണ്. അപ്പം ഈ പരന്ന ഭാഗങ്ങളിൽ വളവുകൾക്കനുസരിച്ചിട്ട് തുണിയെ രൂപപ്പെടുത്താനാണ് നമ്മൾ ഡാർട്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ വരുന്ന അധിക തുണിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വസ്ത്രത്തിൻ്റെ ആകൃതിയും ഫിറ്റിങ്ങും നൽകുന്ന രീതിയാണ് ഡാർട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ്? പ്ലീറ്റ്, ഗ്യാദർ, ഫ്രില്ല്. പ്ലീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, തുണി മടക്കി ഫുൾനെസ്സും അലങ്കാരവും നൽകുന്ന രീതിയാണ്. ഗ്യാദർ എന്ന് പറയുന്നത് തുണിയിൽ ചുരുക്കുകൾ കൂടുതലിട്ട് ഫുൾനെസ് നൽകുന്ന രീതിയാണ്. കുട്ടികളുടെ ഫ്രോക്ക്, സ്കേർട്ട്, സ്ലീവിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ചുരുക്കുകളാണ് ഗ്യാദേഴ്സ് എന്ന് പറയുന്നത്. ഫ്രില്ല് എന്ന് പറയുന്നത് അലങ്കാരത്തിനായി ചുരുക്കി, ഒരു ക്ലോത്ത് പീസിനെ ചുരുക്കി നമ്മൾ ഗ്യാദേഴ്സ് ചെയ്തിട്ട് അതിനെ എക്സ്ട്രാ ഒരു ക്ലോത്ത് പീസ് ഗ്യാദറിങ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രില്ല് എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 264. 32 ഇഞ്ച് ചെസ്റ്റുള്ള സ്ത്രീയുടെ സാധാരണ വേസ്റ്റ് സൈസ് എത്രയാണ് വരുന്നത്? 32 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ള സ്ത്രീയുടെ സാധാരണ വേസ്റ്റ് സൈസ് എത്രയാണ് വരുന്നത്? 28 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഗാർമെന്റ് നിർമ്മാണത്തിൽ ഓരോ വ്യക്തിയുടെയും ശരീര അളവുകൾ വ്യത്യസ്തമായിരിക്കും. ശരീര അളവുകൾ ഇപ്പോൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുമ്പോഴാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് പാറ്റേൺ നിർമ്മിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബോഡി മെഷർമെൻറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട്
മെഷർമെന്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് പ്രകാരമാണ് 32 ഇഞ്ച് ബസ്റ്റ് അല്ലെങ്കിൽ ചെസ്റ്റ് മെഷർമെന്റ് ഉള്ള സ്ത്രീയുടെ സാധാരണ വേസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് 28 നമ്മൾ കണക്കാക്കുന്നത്. ഇനി യഥാർത്ഥ വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ അളവിനെ മാത്രമല്ല നമ്മളിത് ബേസ് ചെയ്തിട്ടല്ല നമ്മൾ പറയുന്നത്, സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനിയുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? കറക്റ്റ് അല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 265. കൈത്തുന്നലിൽ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ ധരിക്കുന്ന ഉപകരണം ഏത്? കൈത്തുന്നലിൽ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ ധരിക്കുന്ന ഉപകരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? ഇങ്ങനെയാണ് അല്ലേ, ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ. കൈത്തുന്നൽ ചെയ്യുമ്പോൾ തുണി പിടിച്ചു നിർത്തുന്ന കൈയിലെ വിരലുകൾക്ക് സൂചി അബദ്ധത്തിൽ കുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കട്ടിയുള്ള തുണികൾ തുന്നുമ്പോൾ വേഗത്തിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഇത് സാധ്യത കൂടുതലാണ്. ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ഇൻഡെക്സ് ഫിംഗർ സൂചിയുടെ കുത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ധരിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ ഫിംഗർ ഷീൽഡ് എന്ന് പറയുന്നത്. ഇത് വിരലിനെ സുരക്ഷിതമായും തുണി കൂടുതൽ നമ്മൾ ഈസി ആയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. തിമ്പിൾ തയ്യൽ ചെയ്യുന്നവർക്ക് എല്ലാം പരിചയമായിട്ടുള്ള ഒരു ഉപകരണം തന്നെയാണ് തിമ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ ഇത് സാധാരണയായി സൂചി തള്ളാൻ ഉപയോഗിക്കുന്ന മധ്യവിരൽ മിഡിൽ ഫിംഗറിൽ ധരിക്കുന്ന ഉപകരണമാണ്. ഇത് ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ ധരിക്കുന്ന ഉപകരണമല്ല, ഇത് മധ്യവിരലിൽ ധരിക്കുന്ന ഉപകരണമായിട്ടാണ് പറയുന്നത്. ബോബിൻ എന്ന് പറയുന്നത് എന്താണ്? തയ്യൽ മെഷീന്റെ താഴത്തെ നൂൽ ചുറ്റുന്ന ഭാഗമാണ്. നീഡിൽ ഗാർഡ് എന്ന് പറയുന്നത് സൂചി സൂക്ഷിക്കാനോ സംരക്ഷിക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫിംഗർ ഷീൽഡ് എന്ന് പറയുന്നത് ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ സംരക്ഷിക്കുന്നു. തിമ്പിൾ എന്ന് പറയുന്നത് സൂചി തള്ളാൻ ഉപയോഗിക്കുന്ന മധ്യവിരലിൽ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 266. കീറിയ വസ്ത്രം തുന്നി ശരിയാക്കുന്നത് എന്താണ്? കീറിയ വസ്ത്രം തുന്നി ശരിയാക്കുന്നത് എന്താണ്? ഡാണിങ് ആണ്. ഡാണിങ് എന്ന് പറയുന്നത് കീറിയതോ ദ്വാരം വന്നതോ ആയ തുണി നൂലുകൾ ഉപയോഗിച്ച് വീണ്ടും നെയ്തതുപോലെ തുന്നി നന്നാക്കുന്ന ഒരു റിപ്പയർ രീതിയാണ് ഡാണിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു സോക്സിൽ ചെറിയ ദ്വാരം വന്നാലോ അല്ലെങ്കിൽ ഷർട്ടിലോ പാൻസിലോ ചെറിയ ഭാഗം നൂലുകൾ പൊട്ടി കേടായാലോ അതിനു മുകളിൽ പുതിയ തുണി വെക്കാതെ അതേ ഭാഗത്ത് നൂലുകൾ ക്രമമായി കടത്തി നെയ്ത്ത് പോലെയുള്ള രൂപത്തിൽ തുന്നി അതേ വീവിംഗ് പോലെ തന്നെ ചെയ്ത് ശക്തിപ്പെടുത്തുന്നതാണ് ഡാണിങ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള പാച്ചിങ്, ഹെമ്മിങ്, ബൈൻഡിങ് എന്ന് പറയുന്നത്. പാച്ചിങ് എന്ന് പറയുന്നത് കീറിയ ഭാഗത്തിന് മുകളിൽ അല്ലെങ്കിൽ അകത്തൊരു പുതിയ തുണ്ട് എക്സ്ട്രാ വെച്ച് തുന്നി നന്നാക്കുന്ന രീതിയാണ് പാച്ചിങ് എന്ന് പറയുന്നത്. ഹെമ്മിങ് എന്ന് പറയുന്ന വസ്ത്രത്തിന്റെ താഴത്തെ അറ്റമോ സ്ലീവിന്റെ അറ്റമോ മടക്കി തുന്നുന്ന രീതിയാണ്, ഫിനിഷ് ചെയ്യുന്ന രീതിയാണ് ഹെമ്മിങ്. ബൈൻഡിങ് എന്ന് പറയുന്നത് തുണിയുടെ അരികുകൾ മറ്റൊരു പീസ് ഓഫ് ക്ലോത്ത് വെച്ച് പൊതിഞ്ഞ് ഭംഗിയായി ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. പാൻസിൽ എന്താണ് വരുന്നത്? ഡാണിങ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 267. സുതാര്യമായ തുണിയുടെ പിൻവശത്ത് തുന്നുന്ന എംബ്രോയിഡറി ഏതാണ്? സുതാര്യമായ തുണിയുടെ പിൻവശത്ത് തുന്നുന്ന എംബ്രോയിഡറി ഏതാണ്? ഷാഡോ വർക്ക് ആണല്ലേ. ഷാഡോ വർക്ക് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും നേർത്തതും ആയിട്ടുള്ള ഓർഗൻസ, വോയിൽ, ഫൈൻ കോട്ടൺ, ലോൺ തുടങ്ങിയ ഫാബ്രിക്കുകൾ, അതുപോലെയുള്ള ഫാബ്രിക്കുകളിലൊക്കെ പിൻവശത്ത് റോങ് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക എംബ്രോയിഡറി രീതിയാണ്. ഈ രീതിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് തുണിയുടെ പിൻവശത്താണ്. പക്ഷെ തുണി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ, ട്രാൻസ്പാരന്റ് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റിച്ചുകൾ മുൻവശത്ത് ഒരു നിഴൽ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ എംബ്രോയിഡറിക്ക് ഷാഡോ വർക്ക് എന്ന പേര് വന്നത്. ഇത് സാധാരണയായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഈ സ്റ്റിച്ച് പിൻവശത്ത് ചെയ്താൽ മുൻവശത്ത് മനോഹരമായിട്ടുള്ള ഇങ്ങനെ ഇൻറ്റു പോലുള്ള നിഴൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഇത് പ്രധാനമായിട്ട് കുട്ടികളുടെ ഫ്രോക്കുകൾ, ബേബി ഡ്രസ്സുകൾ, നൈറ്റ് ഗൗണുകൾ, ലേഡീസ് ഹാൻഡ് കർച്ചീഫ്, ബ്ലൗസുകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിലൂടെ വസ്ത്രത്തിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ആപ്ലിക്ക്, ക്രോസ് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച് നോക്കാം. ആപ്ലിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു തുണിയിൽ നിന്ന് മുറിച്ചെടുത്ത ഡിസൈൻ മറ്റൊരു തുണിയുടെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന എംബ്രോയിഡറി രീതിയാണ്. ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് എക്സ് ആകൃതിയിലുള്ള സ്റ്റിച്ചുകൾ ചെയ്ത് രൂപപ്പെടുത്തുന്ന എംബ്രോയിഡറി ആണ്. ഇത് സാധാരണയായിട്ട് കൗണ്ടഡ് ത്രെഡ് എംബ്രോയിഡറി ഡിസൈനിലൊക്കെയാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ചങ്ങലയുടെ കണ്ണികൾ പോലെയുള്ള സ്റ്റിച്ചുകൾ ഉപയോഗിക്കുന്ന ഡിസൈൻ ഉണ്ടാക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. ഇന്ത്യയിൽ കാശ്മീർ, ആരി എംബ്രോയിഡറി തുടങ്ങിയവയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 268.
പോക്കറ്റിൻ്റെ അരികിൽ തുന്നുന്ന ചുരുങ്ങിയ പീസ് എന്നാണ് PDF ഉണ്ടാവുക. അത് വേണമെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് പോക്കറ്റിൻ്റെ അരികിൽ തുന്നുന്ന വീതി കുറഞ്ഞ ഫാബ്രിക് പീസ് എന്താണ് എന്ന് വേണമെങ്കിൽ മാറ്റി കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. PDF മേടിച്ചവർ. ആൻസർ എന്താണ്? ജെട്ടിങ് ആണ് വരുന്നത്. പോക്കറ്റിൻ്റെ അരികിൽ തുന്നുന്ന വീതി കുറഞ്ഞ ഫാബ്രിക് പീസ് എന്താണ്? ജെട്ടിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ജെട്ടിങ് എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലെ. ജെട്ടിങ് എന്ന് പറയുന്നത് പോക്കറ്റിന്റെ ഓപ്പണിങ്ങിന്റെ അരികിൽ തുന്നുന്ന ഇടുങ്ങിയ നല്ല നാരോ ആയിട്ടുള്ള വീതി കുറഞ്ഞ ഒരു തുണി പീസിനെയാണ് പറയുന്നത്. ഇത് പോക്കറ്റിന്റെ തുറക്കുന്ന ഭാഗത്തെ ഭംഗിയാക്കാനും അതുപോലെ ശക്തിപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഒരു പീസാണ്. പ്രത്യേകിച്ച് ജെറ്റ് പോക്കറ്റ് അല്ലെങ്കിൽ വെൽറ്റ് പോക്കറ്റ് നിർമ്മിക്കുമ്പോൾ പോക്കറ്റിന്റെ വായ ഭാഗം വളരെ വൃത്തിയായതും ഓപ്പണിംഗ് ഭാഗം അല്ലെങ്കിൽ മൗത്ത് ഭാഗം വൃത്തിയായതും നേരായും കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജെട്ടിംഗ് പീസ് ഉപയോഗിക്കുന്നത്. ഈ പുരുഷന്മാരുടെ പാൻസ്, ബ്ലേസർ, കോട്ട്, ഫോർമൽ ട്രൗസർ എന്നിവയിലൊക്കെ പിൻ പോക്കറ്റുകളിലും അതുപോലെ ചില സൈഡ് പോക്കറ്റുകളിലും ജെട്ടിങ് സാധാരണയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് വെറും ഡെക്കറേറ്റീവ് പർപ്പസിന് മാത്രമല്ല, പോക്കറ്റിന്റെ അരികെ എളുപ്പത്തിൽ കീറിപ്പോവാതിരിക്കാനും വീണ്ടും നമ്മൾ കൈ അകത്തേക്ക് ഇടുമ്പോൾ ആ ഒരു ഓപ്പണിങ്ങിന് ശക്തി കിട്ടാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവാൻ സാധ്യതയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള പ്ലാക്കറ്റ്, ഫേസിങ്, ബൈൻഡിങ് എന്ന് പറയുന്നത്, നമ്മൾ പ്ലാക്കറ്റ് അറിയാമല്ലേ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ഓപ്ഷനാണ്. ബട്ടണോ സിപ്പറോ അങ്ങനെയുള്ള ഫാസ്റ്റനേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഓപ്പണിംഗ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. ഫേസിങ് എന്താണ്? കഴുത്ത്, ആംഹോൾ, മുൻഭാഗം തുടങ്ങിയ ഭാഗങ്ങളിലെ ആകൃതി, ഓപ്പണിങ്ങിന്റെ ആകൃതിക്ക് അനുസരിച്ച് അതേ രീതിയിൽ തന്നെ തുണി കട്ട് ചെയ്തിട്ട് അകത്തേക്ക് തുന്നി പിടിപ്പിച്ച് ഫിനിഷിങ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഫേസിങ് എന്ന് പറയുന്നത്. ബൈൻഡിങ് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അരികുകൾ പൊതിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ് ബൈൻഡിങ് എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 269. ഫ്ലൈ ഓപ്പണിംഗ് തയ്യാറാക്കാൻ എത്ര പീസുകൾ വേണം? ഫ്ലൈ ഓപ്പണിംഗ് തയ്യാറാക്കാൻ എത്ര പീസുകളാണ് വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എത്രയാണ്? 5 ആണ് വരുന്നത് അല്ലേ. ട്രൗസറിന്റെ മുൻവശത്ത് സിപ്പർ ഘടിപ്പിച്ചിരിക്കുന്ന തുറക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഫ്ലൈ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ ഭാഗം വെറും ഒരു സിപ്പർ തുന്നുന്നതല്ല, വസ്ത്രത്തിന് ഭംഗിയും ശക്തിയും നല്ല ഫിറ്റിംഗും ലഭിക്കണമെങ്കിൽ ഒന്നിലധികം തുണിപ്പീസുകൾ ചേർത്താണ് ഈ ഫ്ലൈ ഓപ്പണിംഗ് നമ്മൾ നിർമ്മിക്കുന്നത്. സാധാരണ ഒരു ഫ്ലൈ ഓപ്പണിംഗ് തയ്യാറാക്കാൻ 5 പ്രധാന പീസുകൾ ആവശ്യമാണ്. ഏതൊക്കെയാണ്? വലത് മുൻഭാഗം, ഇടത് മുൻഭാഗം, ഫ്ലൈ പീസ്, ഫ്ലൈ ക്യാച്ച്, ഫ്ലൈ ഫേസിങ്. അങ്ങനെ ഈ 5 ഭാഗങ്ങളും ചേർന്നാണ് ഒരു പൂർണ്ണമായ ഫ്ലൈ ഓപ്പണിംഗ് രൂപപ്പെടുന്നത്. ഈ പീസുകൾ ഓരോന്നായി ഓരോ പീസിനും ഓരോ പ്രത്യേക റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ചിലത് സിപ്പറിനെ മറയ്ക്കുന്നു, ചിലത് സിപ്പറിന് ശക്തി നൽകുന്നു, ചിലത് ധരിക്കുമ്പോൾ സൗകര്യം സുരക്ഷ ഉറപ്പാക്കുന്നു. അതിനാൽ ഫ്ലൈ ഓപ്പണിംഗ് തയ്യാറാക്കുമ്പോൾ എല്ലാ പീസുകളും ശരിയായ സ്ഥാനത്ത് ഘടിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. 3, 4, 6 എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നൊരു അളവല്ല. റൈറ്റ് ഫ്രണ്ട്, ലെഫ്റ്റ് ഫ്രണ്ട്, ഫ്ലൈ പീസ്, ഫ്ലൈ ക്യാച്ച്, ഫേസിങ്, ഇത്രയും ചേർന്നിട്ടാണ് നമുക്ക് 5 പീസായിട്ട് വരുന്നത് കേട്ടോ. ഇനി 270ാമത്തെ ക്വസ്റ്റ്യൻ. മുന്നോട്ട് കുനിഞ്ഞ ശരീരഘടനയെ എന്താണ് വിളിക്കുന്നത്? മുന്നോട്ട് കുനിഞ്ഞ ശരീരഘടനയെ എന്താണ് വിളിക്കുന്നത്? എന്താണ്? സ്റ്റൂപ്പിംഗ് ഫിഗർ എന്നാണ് വിളിക്കുന്നത് അല്ലേ. സ്റ്റൂപ്പിംഗ് ഫിഗർ എന്താണ്? ഇംഗ്ലീഷിൽ നമുക്ക് സ്റ്റൂപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിങ്ങനെ മുന്നോട്ട് കുനിഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ കുനിയുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. സ്റ്റൂപ്പിംഗ് ഫിഗർ എന്ന് പറയുന്നത് ശരീരം സ്വാഭാവികമായി മുന്നോട്ട് ചെരിഞ്ഞോ കുനിഞ്ഞോ നിൽക്കുന്ന ശരീരഘടനയാണ് പറയുന്നത്. ഇത്തരക്കാരിൽ സാധാരണയായി തോളുകൾ മുന്നോട്ട് ചായുകയും പുറംഭാഗം അപ്പർ ബാക്ക് അല്പം വളഞ്ഞിരിക്കുകയും തലയും കഴുത്തും മുന്നോട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഇത്തരം ശരീരഘടനയുള്ളവർക്ക് വസ്ത്രം തയ്യാറാക്കുമ്പോൾ സാധാരണ പാറ്റേൺ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം പുറംഭാഗത്തിന്, അതായത് പുറത്തെ ലെങ്ത്, ബാക്ക് ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അളവ് ആവശ്യമായിട്ട് വരും. അതേസമയം മുൻവശത്ത് ചില അളവുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഓൾട്രേഷൻ നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ട് വരും. അതിനാൽ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയാണ് നല്ല ഫിറ്റിംഗ് ലഭിക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് സ്റ്റൗട്ട് ഫിഗർ, ലീൻ ഫിഗർ, നോർമൽ ഫിഗർ. സ്റ്റൗട്ട് ഫിഗർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഉയരത്തേക്കാൾ വീതി കൂടുതലുള്ള തടിച്ച ശരീരഘടനയാണ് നമ്മൾ സ്റ്റൗട്ട് ഫിഗർ എന്ന് പറയുന്നത്. ലീൻ ഫിഗർ എന്ന് പറയുന്നത് മെലിഞ്ഞ ശരീരഘടനയാണ്. നോർമൽ എന്ന് പറയുന്നത് 8 ഹെഡ് തിയറി കറക്റ്റായിട്ട് പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാധകമായിട്ടുള്ള നോർമൽ ഫിഗറിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 271. ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ മാറ്റുന്നത് ഏത് തുണിയിലേക്കാണ്? ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ മാറ്റുന്നത് ഓപ്ഷൻസിലെ തിൻ ഫാബ്രിക്കിനാണ് ബാധകമായിട്ടുള്ളത് അല്ലേ.
അതായത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എംബ്രോയ്ഡറി ചെയ്യുന്നതിന് മുന്നേ ഡിസൈൻ തുണിയിലേക്ക് മാറ്റുന്ന സമയത്ത്, അതായത് പല രീതികളാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഈ രീതിയിൽ ഡിസൈൻ പേപ്പർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതും തുണിയുടെ അടിയിൽ ജസ്റ്റ് നോർമലി കീപ്പ് ചെയ്തിട്ട് തുണിയിലൂടെ നമുക്കത് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തുണിയിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിസൈൻ കാണാൻ പറ്റും. അപ്പോൾ എന്താണ്, തുണിയിലൂടെ കാണുന്ന ഡിസൈൻ നേരിട്ട് പെൻസിലോ ഫാബ്രിക് മാർക്കറോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പെന്നോ ഉപയോഗിച്ച് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമാകുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്തുകളിൽ മാത്രമാണ് വ്യക്തമായിട്ട് ഡിസൈൻ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് വോയിൽ, ഓർഗൻറ്റി, ഫൈൻ കോട്ടൺ പോലുള്ള തിൻ ഫാബ്രിക്സിലാണ് ഈ ഡയറക്റ്റ് മെത്തേഡ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കട്ടിയുള്ള തുണികളിൽ നമുക്ക് താഴെ വെച്ച മുകളിലൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അതിനകത്തൊന്നും ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പ്രയാസമാണ്. ഇനി സിന്തറ്റിക് ഫാബ്രിക്കിലോ ഇതൊരു ഫൈബർ എന്താണ്, സിന്തറ്റിക് തുണികൾ എന്ന് പറയുന്ന ഡയറക്റ്റ് മെത്തേഡ് എന്തായാലും അനുയോജ്യമല്ല. ട്രാൻസ്പാരൻസി അതായത് സിന്തറ്റിക് ഫാബ്രിക് എന്ന് പറയുന്ന ഒരു ഫൈബർ വിഭാഗമാണ്. എല്ലാ സിന്തറ്റിക് തുണികളിലും ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് അനുയോജ്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല. അതിൻ്റെ കനവും ട്രാൻസ്പാരൻസി അനുസരിച്ച് നമുക്ക് വേണം നോക്കാൻ. ഇനി വൂൾ ഫാബ്രിക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഡിസൈൻ താഴെ വെച്ച് നേരിട്ട് ട്രേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ 272. ആ ക്വസ്റ്റ്യൻ്റെ സെന്റൻസ് ഒന്ന് PDF മേടിച്ചിട്ടുള്ളവരൊന്ന് കറക്റ്റ് ചെയ്യണം. അതായത് നേർത്ത തുണിത്തരങ്ങൾ തുന്നാൻ ഉപയോഗിക്കുന്ന മെഷീൻ മോഡൽ ഏതാണ് എന്നൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. നേർത്ത തുണിത്തരങ്ങൾ തുന്നാൻ ഉപയോഗിക്കുന്ന മെഷീൻ മോഡൽ ഏതാണ്? ഡൊമസ്റ്റിക് മോഡലാണ്. ഡൊമസ്റ്റിക് സൂയിങ് മെഷീൻ എന്ന് പറയുന്ന വീടുകളിലും ചെറിയ തയ്യൽ സ്ഥാപനങ്ങളിലും പ്രധാനമായും ഉപയോഗിക്കുന്നൊരു മോഡലാണ്. ഈ മെഷീൻ കോട്ടൺ, പോപ്ലിൻ, വോയിൽ, ഷിഫോൺ, ജോർജറ്റ് പോലെയുള്ള നേർത്തതും ഇടത്തരം കനമുള്ളതുമായിട്ടുള്ള തുണികൾ തുന്നാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇത്തരം മെഷീനുകളിൽ സ്പീഡ് നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അതിനാൽ നേർത്ത തുണികൾ തുന്നുമ്പോൾ തുണി ചുളിയാതെയും സ്റ്റിച്ച് വിടാതെയും നല്ല ഫിനിഷിംഗ് ലഭിക്കും. കൂടാതെ വീടുകളിൽ ബ്ലൗസ്, കുട്ടികളുടെ വസ്ത്രങ്ങൾ, നൈറ്റി, ചുരിദാർ തുടങ്ങിയവ തുന്നാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ ഡൊമസ്റ്റിക് മോഡൽ തന്നെയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മോഡൽ, ഓവർലോക്ക് മോഡൽ, സ്പെഷ്യൽ മോഡൽ എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത് വലിയ ഗാർമെന്റ് ഫാക്ടറികളിൽ തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മെഷീനാണ്. ഇതിന്റെ സ്പീഡ് കൂടുതലാണ് അല്ലേ. വലിയ തോതിലുള്ള ഉൽപാദനത്തിന് ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നേർത്ത തുണികൾ തുന്നാൻ പ്രത്യേകിച്ച് ഉദ്ദേശിച്ച മോഡലല്ല ഇത്, അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്ന മോഡലല്ല. ഓവർലോക്ക് മോഡൽ എന്ന് പറയുന്നത് തുണിയുടെ അരികുകൾ ഓവർലോക്ക് ചെയ്ത് നൂലഴിയുന്നത് തടയാനും അരികുകൾ ഫിനിഷ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. സ്പെഷ്യൽ മോഡൽ എന്ന് പറയുന്നത് എന്താണ്, ബട്ടൺ ഹോൾ, ബാർ ടാക്ക്, എംബ്രോയ്ഡറി തുടങ്ങിയ അങ്ങനെ പ്രത്യേക ജോലികൾക്കായിട്ട് പ്രത്യേകം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മെഷീനുകളെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 273. എലാസ്റ്റിക് കോഡ് കടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ബോഡ്കിൻ ആണ് ഓപ്ഷനിൽ നോക്കുക. ബോഡ്കിൻ എന്ന് പറയുന്നത് എലാസ്റ്റിക്, ഡ്രോ സ്ട്രിങ്, റിബൺ, നൂല് പോലെയുള്ളവ കേസിങ്ങിലൂടെ എളുപ്പത്തിൽ കടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഉദാഹരണത്തിന് ഒരു പാൻറ്റിന്റെ അരക്കീട്ടിൽ നമ്മൾ വേസ്റ്റ് ബാൻഡ് അല്ലെങ്കിൽ പൈജാമയിൽ, പെറ്റിക്കോട്ടിൽ, കുട്ടികളുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഹുഡിയിലൊക്കെ ഡ്രോ സ്ട്രിങ് കടത്തേണ്ടി വരുമ്പോൾ കൈകൊണ്ട് അത് അകത്ത് കടത്താൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ബോഡ്കിൻ ഉപയോഗിച്ചാണ് എലാസ്റ്റിക് വളരെ എളുപ്പത്തിൽ ഒരു അറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് കടത്തുന്നത്. ഇനി ബോഡ്കിൻ സാധാരണ പരന്ന ലോഹം മെറ്റലിന്റെ ഒരു രൂപത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ സൂചി പോലെയുള്ള രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചില ബോഡ്കിനുകളിൽ എലാസ്റ്റിക് ഉറപ്പിച്ച് പിടിപ്പിക്കാൻ ചെറിയ ക്ലിപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള നീഡിൽ, ബോബിൻ, ഷട്ടിൽ നോക്കാം. നീഡിൽ എന്ന് പറയുന്നത് തുണി തുന്നാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എലാസ്റ്റിക് കടത്താനായിട്ട് പറ്റുന്ന വലിയ ഹോളൊന്നും അല്ല അതിനകത്തുള്ളത്. ഇനി ബോബിൻ എന്ന് പറയുന്നത് തയ്യൽ മെഷീനിലെ താഴത്തെ നൂല് ചുറ്റുന്ന ചെറിയ സ്പൂളാണ് അല്ലേ. ഇനി ഷട്ടിൽ എന്ന് പറയുന്നത് പഴയ തയ്യൽ മെഷീനുകളിൽ ബോബിൻ ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് നമ്മൾ ഷട്ടിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 274. സസ്യങ്ങളിൽ നിന്നുള്ള നൂലുകളിൽ നിന്നുണ്ടാക്കുന്ന തുണി ഏതാണ്? ഓപ്ഷൻ നോക്കുക. സിൽക്ക്, വൂള്, ലിനൻ, നൈലോൺ. സിൽക്കും വൂളും എന്താണ്? പ്രോട്ടീൻ ഫൈബേഴ്സ് ആണ്, അനിമൽ ഫൈബേഴ്സ് ആണ്. നൈലോൺ എന്ന് പറയുന്നത് സിന്തറ്റിക് ആണ്. ലിനൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ലിനൻ എന്ന് പറയുന്നത് ഫ്ലാക്സ് സസ്യം എന്ന സസ്യത്തിന്റെ തണ്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുകളിൽ, അതായത് നാച്ചുറൽ വെജിറ്റബിൾ ഫാബ്രിക്കിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫൈബർ ആണ് ഇത് എന്ന് പറയുന്നത്, ഫാബ്രിക് അല്ല ഫൈബർ. അതായത് സസ്യജന്യ ധാരിൽ നിന്നുള്ള ഒരു തുണിയാണ് ലിനൻ എന്ന് പറയുന്നത്. ലിനൻ തുണിക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. എന്താണ്? വളരെ ശക്തിയുള്ളതും വായു സഞ്ചാരം നന്നായി നടക്കുന്നതും ബ്രീത്തബിൾ ആയിട്ടുള്ളത്, വിയർപ്പ് എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യുന്നതും, അതുപോലെ ചൂടുള്ള കാലാവസ്ഥ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തുണികളിൽ ഒന്ന് തന്നെയാണ് ലിനൻ എന്ന് പറയുന്നത് അല്ലേ.
പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ സിൽക്ക്, വൂള്, നൈലോൺ നോക്കാം. സിൽക്ക് എന്ന് പറയുന്ന ഒരു മൃഗജന്യ അല്ലെങ്കിൽ അനിമൽ ഫൈബർ ആണ്. ഇത് പട്ടുനൂൽ പുഴുവിന്റെ കൊക്കോണിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. വൂൾ എന്ന് പറയുന്നതും ഒരു മൃഗജന്യ നാരാണ്. പ്രധാനമായും ആടിന്റെ രോമത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. നൈലോൺ എന്ന് പറയുന്നത് സിന്തറ്റിക് ഫൈബർ ആണ്. നമ്മൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന മനുഷ്യനിർമ്മിത നാരാണ് നൈലോൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തുണിയിൽ നിന്ന് ഡിസൈൻ മുറിച്ച് മറ്റൊരു തുണിയിൽ ചേർക്കുന്ന എന്താണ്? നമ്മൾ ആദ്യം മുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഇത് ഓപ്ഷൻ ആയിട്ട് കണ്ടു അല്ലേ? എന്താണ്? ആപ്ലിക് വർക്കാണ്. ആപ്ലിക് വർക്ക് എന്ന് പറയുന്ന ഈ രീതിയിൽ ആദ്യം ഒരു തുണിയിൽ നിന്നൊരു പൂവ്, ഇല, പക്ഷി, അക്ഷരങ്ങൾ അല്ലെങ്കിൽ ജോമെട്രിക്കൽ രൂപങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ മുറിച്ചെടുത്തിട്ട് പിന്നീട് മുറിച്ചെടുത്ത ഡിസൈൻ മറ്റൊരു തുണിയുടെ മുകളിൽ വെച്ച് കൈകൊണ്ടോ മെഷീൻ കൊണ്ടോ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുന്ന രീതിയാണ്. ഈ ഡെക്കറേറ്റീവ് പർപ്പസിനാണ് നമ്മൾ ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത്. ഇത് വെറും അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ കീറിയ ഭാഗങ്ങൾ മനോഹരമായി മറച്ചു വെക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആപ്ലിക് വർക്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക്, ഹോം ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയാണ്. കുട്ടികളുടെ വസ്ത്രങ്ങൾ, കുഷൻ കവറുകൾ, ബെഡ്ഷീറ്റുകൾ, ടേബിൾ ക്ലോത്തുകൾ, വാൾ ഹാങ്ങിങ്ങുകൾ, ബാഗുകൾ എന്നിവയിലൊക്കെ നമ്മളിത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. എംബ്രോയിഡറി, പ്രിന്റിങ്, ഡൈയിങ്. എംബ്രോയിഡറി എന്ന് പറയുന്നത് സൂചി, നൂല് ഉപയോഗിച്ച് തുണിയുടെ മുകളിൽ ഡിസൈൻ തുന്നി രൂപപ്പെടുത്തുന്ന രീതിയാണ്. പ്രിന്റിംഗ് എന്ന് പറയുന്നത് ബ്ലോക്ക്, സ്ക്രീൻ, റോളർ പോലെയുള്ള ഡിജിറ്റൽ പ്രിന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിംഗ് ഉപയോഗിച്ച് തുണിയുടെ മുകളിൽ നിറങ്ങളും ഡിസൈനുകളും അച്ചടിക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. ഡൈയിങ് എന്ന് പറഞ്ഞാൽ തുണിക്കോ നൂലിനോ നിറം നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ ഡൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ 275ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനിയും നമ്മുടെ PDF ആവശ്യമായിട്ടുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു.